പൂർവ്വ മാതൃകകളൊന്നുമില്ല. എനിക്ക് മനസ്സിലായ രണ്ട് കാര്യം എന്ന് പറയുന്നത്, ഞാൻ പിടിച്ചുകൊണ്ടിരുന്നൊരു പോളിസി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ ജോലി ഏറ്റവും കൃത്യമായിട്ട് ചെയ്താൽ നാളത്തെ ജോലി തന്നെ വരും എന്നാണ്. പലരും ഇന്ന് ചെയ്യുന്നത് നാളത്തെക്കുറിച്ച് ആലോചിച്ചാണ്. അപ്പം ഞാൻ ഇന്ന് എന്നെ ഏൽപ്പിച്ചൊരു കാര്യം, എന്നെ ഒരു ഉത്തരവാദിത്തത്തോടെ, ഇപ്പോൾ സലീം കുമാറിൻ്റെ ട്രൂപ്പിൽ വരുമ്പോൾ പുള്ളി ഏൽപ്പിച്ചൊരു കാര്യം ഞാൻ 100% കൃത്യസമയത്തെത്തി കൃത്യമായിട്ട് വേണ്ട രീതിയിൽ ചെയ്യുമായിരുന്നു. കലാകാരന്മാരാണ് ബാക്കി എല്ലാവരും. എന്നിലെ കല അത്ര കണ്ട് അദ്ദേഹത്തിന് തൃപ്തനല്ലായിരുന്നു. കല എന്ന് വെച്ചാൽ ഞാൻ സിൻസിയറായിരുന്നു. ഈ ട്രൂപ്പിൽ എല്ലാവരെയും കൃത്യസമയത്ത് അവിടെ എത്തിക്കുക, വണ്ടി കയറ്റുക, കൊണ്ടുപോവുക, പരിപാടി നടത്തുക, ഈ 2 മണിക്കൂറിൻ്റെ പ്രോഗ്രാം മനസ്സിൽ ഓർത്ത് വെച്ച് കൃത്യമായിട്ട് ആളുകളെ കയറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് എന്നെ വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് ഈ മാനേജർ പോസ്റ്റ് ഞാൻ ചെയ്തത്. അത് മാത്രമല്ല, എന്നോട് തന്നെ ട്രൂപ്പിലുള്ള ഒരാൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ മാനേജർ ജോലി എന്ന് പറഞ്ഞാൽ ചെയ്യലല്ല ചെയ്യിക്കലാണെന്ന്. എനിക്ക് ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. സംഗതി നടക്കുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ പ്രധാനം. അപ്പം ഞാനിതെല്ലാം കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി, എനിക്ക് അന്നത്തെ ഒരു വലിയ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് കാര്യമായിട്ട് വേഷമില്ല. സലിമേൻ്റെ ട്രൂപ്പിൽ 2 പെൺവേഷവും സൈഡിൽ നിന്നുള്ള അനൗൺസ്മെൻറ്റും, അന്ന് ഈ സൈഡിൽ നിന്നിട്ട് ഈ അടിക്കുന്നതിനും ടക്കേ എന്നുള്ള ശബ്ദം ഇടുക, കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ ടോയ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ സ്കിറ്റ് നടക്കുമ്പോൾ സൈഡിൽ നിന്ന് ചെയ്യണം. ഈ പശ്ചാത്തല സംഗീതവും അനൗൺസ്മെൻറ്റും 2 പെൺവേഷവുമായിരുന്നു എനിക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ചെയ്യാൻ ഓക്കെ ആയിരുന്നു എന്നുള്ളത് കൊണ്ടും കൂടിയാണ് സലീമേട്ടൻ നിർത്തിയത്. 3 വർഷം അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലുണ്ടായിരുന്നു.